ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജ വിളിച്ചു പറയാണ് കേട്ടോ, അനാമികയും രേവതിയും കൂടിയാണ് പാലിൽ വിഷം ചേർത്ത് വെച്ചതെന്നുള്ള കാര്യം. അതറിഞ്ഞു കഴിയുമ്പോൾ മുത്തശ്ശൻ അനാമികയെ അവിടുന്ന് അടിച്ചിറക്കുകയാണ് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനയെ കൂട്ടിക്കൊണ്ടുവരികയാണ് കേട്ടോ ദേവയാനി, സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം. അങ്ങനെ നയനയോട് സ്നേഹം കാണിക്കുന്ന കാണുമ്പം അനാമികയ്ക്കും രേവതിക്കും ജലജയ്ക്കും ഒക്കെ അങ്ങ് ദേഷ്യമാവുകയാണ് ചെയ്യുന്നത്. ഓരോരോ കാര്യത്തിലും അവരെല്ലാവരും കൂടെ തീരുമാനം എടുക്കുകയാണ് എങ്ങനെയായാലും നയനെ ഇവിടുന്ന് ഇറക്കി വിടണം എന്നുള്ള കാര്യം. അങ്ങനെ അനാമിക വന്നിട്ട് ദേവയാനിയോട് പറയാണ്, വല്യമ്മ എന്ത് വിചാരിച്ചോണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് വല്യമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നയനയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു വല്യമ്മയ്ക്ക്. ഇപ്പോൾ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരിക മാത്രമല്ല, ഞങ്ങളെ കൊച്ചാക്കാനായിട്ട് വല്യമ്മ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, എന്താ അനാമിക ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാണ്, അതെന്താണെന്ന് ഏടത്തിക്ക് അറിയാം, ഏടത്തി അറിയാത്ത പോലെ ഭാവിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും നയനയെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയപ്പോൾ ഏടത്തി അവളെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, അവളെ ഓഫീസിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്തു. കെട്ടിലമ്മ ചമഞ്ഞ് അവളിപ്പം നടക്കുകയാണ്. അതിനൊക്കെ കാരണം ഏടത്തിയല്ലേ, ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഏടത്തി. അപ്പം ദേവയാനി പറയാണ്, പിന്നെ എങ്ങനെ ആയിരുന്നെന്നാ, നയനെ ഓഫീസിൽ പോട്ടെ, നീയല്ലേ ജാനകി പറഞ്ഞത് അവളുണ്ടാക്കുന്ന ഭക്ഷണം വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും കയറി ഭക്ഷണം ഉണ്ടാക്ക്, നയന ഓഫീസിലും പോട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാം. അപ്പോൾ ഉടനെ ജലജ പറയാണ്, അതാണോ ഉദ്ദേശിച്ചത്? അവക്കിനിയിപ്പം എന്ത് അഹങ്കാരമാണെന്നറിയാവോ, കെട്ടില ചമഞ്ഞ് ഓഫീസിൽ പോകുന്നു, കാറിൽ ആദർശിൻ്റെ കൂടെ. ഇതിനൊക്കെ ഏടത്തി അനുവദിക്കുന്നത് ഞാൻ വിചാരിച്ചേ ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്തായാലും നയന ഏടത്തിയുടെ മരുമകളല്ലേ, ആദർശിൻ്റെ ഭാര്യയല്ലേ, ആ സ്നേഹമൊക്കെ കാണിക്കും. ആ സ്നേഹമൊന്നും ഒരിക്കലും അനാമിക മോളോട് കാണിക്കാനൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു. ഉടനെ തന്നെ രേവതി പറയണം, അതെ, അപ്പം അങ്ങനെ തന്നെയല്ലേ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദർശ് ഓഫീസിലെ MD, നയനയ്ക്കാണെങ്കിൽ അവിടുത്തെ ബെസ്റ്റ് ഡിസൈനറായിട്ട് നയനയെ സെലക്ട് ചെയ്തിരിക്കുകയല്ലേ. അങ്ങനെ അവിടുത്തെ മെയിൻ ഡിസൈനറായിട്ട് അവളും പോവാണ്. ഇനിയിപ്പം വീട്ടിലെ അടുക്കള ജോലിയാണ് അനാമിക മോക്ക്. അവിടെ ഭർത്താവ് അനിയാണെങ്കിൽ ഒരു പണിക്കും പോകാതെ ഇങ്ങനെ കഥ എഴുതി കവിത എഴുതിയൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ഇഷ്ടപ്പെടുകയല്ല. ദേവയാനി പറയാണ്, എന്തിനാ രേവതി ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ കുത്തിത്തീരിപ്പുണ്ടാക്കാൻ നോക്കുന്നത്? ആദർശിനെ MD ആക്കിയത് ഞാനല്ലല്ലോ, അച്ഛനല്ലേ. നേരത്തെ മുതൽ അവൻ ആ കാര്യത്തിൽ കഴിവ് തെളിയിച്ചുകൊണ്ടല്ലേ അവനെ MD ആക്കി ഇരുത്തിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ എതിർത്തിട്ട് പോലും അച്ഛൻ അങ്ങനെ ചെയ്തത്. പിന്നെ നയന ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ അവളുടെ ഡിസൈൻസൊക്കെ വളരെ നല്ലതായതുകൊണ്ടല്ലേ അവളെ അവിടെ പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് എത്രമാത്രം ലാഭമാണ് ഉണ്ടാകുന്നത്. നയനയുടെ ഡിസൈൻസൊക്കെ വിറ്റ് പോകുന്നത് വഴി കോടികളുടെ ലാഭമാണ് ഉണ്ടാകുന്നത്. പിന്നെ അതിലും എന്തിനാ കുറ്റം കണ്ടുപിടിക്കുന്നത്? അനാമികയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ചെയ്ത് തെളിയിക്കട്ടെ. അപ്പോഴേക്കും ഉടനെ ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏടത്തി പറയുന്നത് അനാമിക മോൾ അടുക്കളയിൽ കിടന്ന് വലയണമെന്നാണോ? ഇന്നലെയും പറയുന്ന കേട്ടു അങ്ങനെ. അപ്പോൾ ഉടനെ പറയുകയാണ് ദേവയാനി, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അനാമിക നന്നായിട്ട് പാചകം ചെയ്യും, നയനേക്കാൾ നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ജാനകി നീയല്ലേ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് പറയാണ് കേട്ടോ. എന്തായാലും ഇവിടെ വേർതിരിവുണ്ട്, അക്കാര്യത്തിൽ സംശയമില്ലാന്ന് ജലജ പറയാണ്. അപ്പോൾ ഉടനെ അനാമിക പറയുക, പാലിൽ വിഷം ചേർത്തതെന്ന് വല്യമ്മയെ കൊല്ലാൻ നോക്കിയതാ അവള്, ആ കാര്യത്തിൽ വല്യമ്മയ്ക്ക് സംശയമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം ഉടനെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി, ആ കാര്യത്തിൽ തെളിവൊന്നുമില്ല. അത് തന്നെയല്ല അച്ഛനും പറയുന്നുണ്ട്, തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാമെന്നും. ഇക്കാര്യത്തിൽ അനാമികയ്ക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതൊന്ന് പറ എന്ന് പറയാണ്. നയനയെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ അവളെ അംഗീകരിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുക, എന്താ ഇവിടെ ഒരു ചർച്ച, എന്താ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുമായിരിക്കും എല്ലാവരും കൂടി അല്ലേ ജലജെ? അപ്പോൾ ജലജ പറയാണ്, ഞാനാണോ ഇവിടുത്തെ കുത്തിത്തിരിപ്പുകാരി? അച്ഛനെന്താ അങ്ങനെ സംസാരിച്ചത്? അങ്ങനെയൊന്നുമില്ല, പക്ഷെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പാലിൽ വിഷം ചേർത്തവരെ കുറിച്ചായിരിക്കും ചർച്ച, നയനയാണെന്നായിരിക്കും എല്ലാവരും പറയുന്നതല്ലേ. അപ്പം ഉടനെ തന്നെ ജലജ പറയണം, പിന്നല്ലാതെ അവളല്ലാതെ പിന്നെ ആരാണെന്നാ?
അപ്പം മുത്തശ്ശൻ പറയാണ് അവളാണെന്നുള്ളതിന് ജലജയുടെ ഈ തെളിവില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, അവളാ ചെയ്തതെന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷേ എനിക്ക് സംശയം വേറെ ചിലരെയൊക്കെയാണെന്ന് പറയുമ്പം ഉടനെ തന്നെ ജാനകി ചോദിക്കുക അതാരായ വേറെ ചിലർ? അത് ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണ്. നവ്യയുടെ കുഞ്ഞിനെ കളയാനാണല്ലോ ആ പാലിൽ വിഷം ചേർത്ത് വച്ചിരുന്നത്. അത് ചെയ്യാൻ സാധ്യതയുള്ള ആരാണെന്ന് ജാനകിക്കൊന്ന് ചിന്തിച്ചൂടെ ഇവിടെ? അപ്പോഴേക്കും ഉടനെ ജലജ പറയാണ് അച്ഛനെന്താ പറയുന്നത്, ഞാനാണെന്നാണോ? നീയും നിന്റെ മകനുമാണ് അത് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ളതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെയുള്ള തരികിട പണികളൊക്കെ ചെയ്യുന്നത് നീയും നിന്റെ മകനും തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെയാണ് എനിക്ക് സംശയം ഉള്ളത്, പറയാലോ. അപ്പോൾ ഉടനെ ജലജ പറയാണ് എന്തായാലും ഇത് ഞാനും എൻ്റെ മകനും ചെയ്തതല്ല. എൻ്റെ മകൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കുമോ? അപ്പം മുത്തശ്ശൻ പറയാണ് നീ കൂട്ടു നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. നീ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു നിനക്ക് നവ്യയോട് എന്ന് പറയാണ്. അച്ഛാ, അങ്ങനെ ഒന്നും അറിയാതെ പറയരുത് കേട്ടോ, ഞാൻ മനസ്സിൽ പോലും അറിഞ്ഞ കാര്യമല്ല. പിന്നെ എന്താ, നിന്റെ മകൻ 2 ദിവസമായിട്ട് നവ്യ മോളോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. ആ സ്നേഹപ്രകടനങ്ങളൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ. പണി പാളിയെന്ന് കണ്ടപ്പം അവൻ അങ്ങ് പിൻവലിഞ്ഞല്ലോ. അബി നവ്യയും കൊണ്ട് വീട്ടിൽ പോകുന്നു, കറങ്ങാൻ പോകുന്നു, എന്തെല്ലാം ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങളല്ലേ ചെയ്തത്, അതുകൊണ്ടല്ലേ ആ സ്നേഹിച്ചത്. നവ്യ ഇപ്പോൾ തന്നെ അവിടെ കുഞ്ഞും പോയി അവളും പൊക്കോളൂ എന്ന് വിചാരിച്ചിട്ടാണ് അബി സ്നേഹിച്ചത്. പിന്നെ ഇപ്പോൾ അത് നടക്കാതായപ്പോൾ അവൻ അതൊക്കെ അങ്ങ് വിട്ടു. അതല്ലേ അതിലെ സത്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നിങ്ങളെയല്ലേ എന്ന് പറയുമ്പം ജലജ പറയാണ് എന്താച്ചാ ഈ പറയുന്നത്, അവൻ അവൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ മേലേ. പിന്നെ അബിയുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പം ജലജ ആകപ്പാടെ ഇതാവുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ ചോദിക്കുക അനാമികയെ ഇപ്പം ഞാൻ ആരെയെ സംശയിക്കേണ്ടത്? ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഇത് ചെയ്യാൻ സാധ്യത കൂടുതൽ ജലജയും അവളുടെ മകൻ തന്നെയല്ലേ, അതോ നയനയാണോ? അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ് അത് മുത്തശ്ശ അത്. അപ്പോൾ രേവതി ചാടിക്കയറി പറയാണ് അതൊക്കെ അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ. കാരണം ഇവരുടെ മരുമകളോട് ഇവർക്ക് അത്ര സ്നേഹമൊന്നുമില്ല. അബിക്കാണേലും അവളോട് സ്നേഹമൊന്നുമില്ലായിരുന്നു. അപ്പം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജലജ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇവളുമാർ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് എൻ്റെ തലയിൽ വയ്ക്കാൻ നോക്കുന്നു. ആഹാ കൊള്ളാലോ എന്ന് വിചാരിക്കുകയാണ് ജലജ. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാണ് അപ്പം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ ജലജ പറയാം എന്ത് ശരിയായെന്ന്, ഇത് ചെയ്തവരാരാണെന്ന് എനിക്കറിയാം. ഞാനതിവിടെ പറഞ്ഞാലുണ്ടല്ലോ എല്ലാവരും കൂടി എൻ്റെ തലയിലേക്ക് വെക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി ചോദിക്കുക പറ ജലജെ, നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഇത് ചെയ്തത് ആരാണെന്ന് നിനക്കറിയാമെന്ന്, ആരാന്ന് നീ പറ. അപ്പോഴത്തേക്കും ജലജ പറയാം ഞാൻ ചുമ്മാ ചുമ്മാ അതൊന്നുമല്ല, നീ ഇത് പറയാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇല്ല നിൻ്റെ മകൻ്റെ തലയിൽ തന്നെയായിരിക്കും ഈ കുറ്റം വന്ന് വീഴാൻ പോകുന്നതെന്ന് പറയുമ്പം ജലജ പറയാൻ അത് ദേ ഈ അനാമികയും ഈ രേവതിയും കൂടിയാണ് ചെയ്തത്. എന്നിട്ട് അവളുമാർ പറയുന്നത് കേട്ടില്ലേ ഇപ്പം ഞാനായിരിക്കും ചെയ്തതെന്ന്. കൊള്ളാം കൊള്ളാം. അപ്പം ഉടനെ അനാമിക പറയും ഞങ്ങളോ? എന്താ പറയുന്നത് അപ്പച്ചി? എന്താ ഞാൻ കണ്ടതാ നിങ്ങളുടെ അച്ഛൻ വേണു മരുന്ന് കൊണ്ട് തരുന്നതും അത് നീയും ഇവരും കൂടി പാലി കലക്കുന്നതും. നവ്യോട് എനിക്ക് ദേഷ്യമുള്ളത് കൊണ്ട് ഞാനതങ്ങ് കണ്ടില്ലെന്ന് വെച്ചതാ. നടക്കുന്നേ നടന്നോട്ടെ എന്ന് അഭിയോടും ഞാൻ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങളല്ല ചെയ്തതെന്നുള്ളത് എന്നോടാണ് തർക്കിക്കുന്നത്. ഇപ്പം എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കുറ്റം വയ്ക്കാൻ നോക്കുന്നു എന്നും പറഞ്ഞങ്ങ് ചൂടാവുകയാണ് കേട്ടോ ജലജ. പിന്നെ അനാമികയ്ക്കൊന്നും മിണ്ടാനില്ല. അപ്പോഴേക്കും ദേവയാനി അനാമികയുടെ കാരണത്തിനൊന്ന് കൊടുക്കുകയാണ്. നീയാണോ അത് ചെയ്തത്? നീയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്? എന്നെ ഈ അവസ്ഥയിലാക്കിയത് നീയാണല്ലേ? അത് വല്യമ്മേ ഞാൻ നവ്യയുടെ നവ്യ ഗർഭിണിയാണ്, അവളുടെ കുഞ്ഞിനെ കളയാൻ നോക്കുന്നതാണോടി നല്ല കാര്യം? നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ദേവയാനി. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ്. അനാമികയും രേവതിയാണ് ഇത് ചെയ്തതല്ലേ? ഇനി ഒരു നിമിഷം നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കാനായിട്ട് അർഹതയില്ല. നിങ്ങൾ അതുപോലെ കണ്ണീച്ചോരയില്ലാത്ത പ്രവൃത്തിയല്ലേ ചെയ്തത്? നവ്യ അവൾ നിങ്ങളോട് എന്ത് ചെയ്തിട്ട് അവളുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പാലിൽ വിഷം ചേർത്ത് വയ്ക്കാൻ തോന്നിയത്? അതുകൊണ്ട് ദേവയാനി അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ അനന്തപുരിയിൽ ഇങ്ങനെയുള്ള വിഷവിത്തുകൾ ഇനി വേണ്ട. അനിയോടുമായിട്ട് തീരുമാനമെടുത്തിട്ട് ഈ ബന്ധത്തിന് അവന് യാതൊരു താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പം രേവതിക്കും അനാമികയ്ക്കും ഈ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങാം. പല പ്രാവശ്യം ഇവിടുന്ന് ഇറങ്ങി പോയതാണ് നിങ്ങൾ, വീണ്ടും തിരിച്ചു വന്നതാ. ഇനി ഞാൻ പറയാണ്, ഇനി ഈ അനന്തപുരിയുടെ പടി കടക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല എന്നിങ്ങനെ മുത്തശ്ശൻ ദേഷ്യത്തോട് പറയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്